Hi students, welcome to today's chemistry class, Chemical Equilibrium. Equilibrium, അതായത് സന്തുലനാവസ്ഥ. Equilibrium represents the state of process in which the properties like temperature, pressure, concentration of the system do not show any change with the passage of time. നമ്മളിപ്പം മനസ്സിലാക്കുന്ന ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് കെമിക്കൽ സയൻസിലെ ഇക്വിലിബ്രിയമാണ്, സന്തുലനാവസ്ഥ. നമുക്ക് നമ്മുടെ പ്രകൃതിയിലേക്ക് ഒന്ന് ഒബ്സർവ് ചെയ്താൽ പ്രകൃതി ഇപ്പോൾ സന്തുലനാവസ്ഥയിലിരിക്കുക. ഈ സന്തുലനാവസ്ഥയ്ക്ക് കോട്ടം വരുന്ന എപ്പോഴാണ്? വല്ല പ്രളയമോ സുനാമിയൊക്കെ വരുമ്പോൾ സന്തുലനാവസ്ഥയിലിരിക്കുന്ന പ്രകൃതിക്ക് മാറ്റം വരുന്നു. ഇവിടെ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ സന്തുലനാവസ്ഥ എന്ന് പറയുന്നത് equilibrium represents the state of process in which the properties like temperature, pressure, concentration of the system do not show any change with the passage of time. Equilibrium is a general term which applies not only to chemical reaction but applies to physical changes as well. Example പറയുകയാണെങ്കിൽ ice and water are in equilibrium at 0 degrees Celsius. ഐസും വെള്ളവും 0 ഡിഗ്രി സെൽഷ്യസിനകത്ത് സന്തുലനാവസ്ഥയിലാണ്. എന്നിട്ട് ഇവിടെ ഇക്വിലിബ്രിയം ഈസ് എ ജനറൽ ടേം വിച്ച് അപ്ലൈസ് നോട്ട് ഓൺലി ടു കെമിക്കൽ റിയാക്ഷൻ ബട്ട് അപ്ലൈസ് ടു ഫിസിക്കൽ ചേഞ്ചസ് ആസ് വെൽ. നമുക്ക് കൂടുതലായിട്ട് ഇക്വിലിബ്രിയം എന്താണെന്ന് പരിചയപ്പെടാം. ഇക്വിലിബ്രിയത്തിന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ ബാലൻസ്, state of balance due to the equal action of opposing force. ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് ആണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ബാലൻസ്ഡ് ഫോഴ്സ്, അതായത് രണ്ട് ഫോഴ്സ് ഈക്വൽ ആയിട്ട് വരികയാണ്. ഇവിടെ റിവേഴ്സിബിൾ റിയാക്ഷനകത്ത് രണ്ട് ഫോഴ്സിനെ നമ്മൾ പഠിക്കുകയാണ്. രണ്ട് റിയാക്ഷൻ, ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും. ഇവിടെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് അയണും H2O കൂടെ കമ്പൈൻ ചെയ്ത് Fe3O4 ഹൈഡ്രജൻ ഗ്യാസുമായി മാറുന്നു. അയണും H2O കൂടെ കമ്പൈൻ ചെയ്ത് പ്രൊഡക്റ്റായി മാറുന്നത് ഇവിടെ, അതാണ് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി തിരിച്ച് ഈ Fe3O4 ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്ത് അയണും H2Oയുമായിട്ട് മാറുന്നു. ഈ റിയാക്ഷൻ എന്ന് പറയുന്നതാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ബാക്ക്വേർഡ് റിയാക്ഷൻ നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്നും പറയും. റിവേഴ്സിബിൾ റിയാക്ഷൻ. ഇവിടെ രണ്ട് തരത്തിലുള്ള റിയാക്ഷനാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും. അങ്ങനെ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഉള്ള റിയാക്ഷനെയാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇറിവേഴ്സിബിൾ റിയാക്ഷനെ കൂടി ഒന്ന് പരിചയപ്പെടാം. എന്താണ് ഇറിവേഴ്സിബിൾ? ഫോർ എക്സാമ്പിൾ മഗ്നീഷ്യം ഓക്സൈഡിനോട് കമ്പൈൻ ചെയ്ത് MgO മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായി. അവിടെ ഫോർവേഡ് റിയാക്ഷൻ എന്താണ്? മഗ്നീഷ്യവും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് MgO എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആകുന്നതാണ് ഫോർവേഡ് റിയാക്ഷൻ. ഇനി MgO അത് തിരിച്ച് മഗ്നീഷ്യവും ഓക്സിജനുമായിട്ട് മാറുന്നില്ല. മഗ്നീഷ്യം ഓക്സൈഡ് തിരിച്ച് മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് മാറുന്നില്ല. അങ്ങനെ ഒരു വശത്തേക്ക്, ഒരു സൈഡിലേക്ക് മാത്രമുള്ള റിയാക്ഷനെയാണ് നമ്മൾ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. എ റിയാക്ഷൻ വിച്ച് cannot take place in the reverse direction. That is, the product form do not react to give back the same reactants. പ്രൊഡക്റ്റ് റിയാക്റ്റന്റ് ആയി മാറുന്നില്ല അണ്ടർ ദ സെയിം കണ്ടീഷൻ. അങ്ങനെയുള്ള റിയാക്ഷനാണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ റിവേഴ്സിബിൾ റിയാക്ഷനകത്താണ് റിയാക്റ്റൻസ് കൂടി ചേർന്ന് പ്രൊഡക്റ്റ് ആകുന്നു, പ്രൊഡക്റ്റ് ഡീകമ്പോസ് ചെയ്ത് റിയാക്റ്റൻസ് ആയി മാറുന്നു. അവിടെയാണ് രണ്ട് തരത്തിലുള്ള റിയാക്ഷൻ കാണുന്നത്, ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും. അങ്ങനെയുള്ള റിയാക്ഷനാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. എ റിയാക്ഷൻ വിച്ച് ക്യാൻ ഗോ ഇൻ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡയറക്ഷൻ simultaneously is called a reversible reaction. ഇവിടെ നമുക്ക് ഒരു റിയാക്ഷൻ നമുക്കൊന്ന് പരിചയപ്പെടാം. N2O4 NO2 ആയിട്ട് മാറുന്നു. N2O4 NO2 ആയിട്ട് മാറുന്നു. ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഇൻ എ സിസ്റ്റം അറ്റ് ഇക്വിലിബ്രിയം both the forward and reverse reactions are running simultaneously. അതിന്റെ കെമിക്കൽ റിയാക്ഷൻ നമ്മൾ അതിന്റെ ഇക്വേഷൻ എഴുതുന്നതാണ് ഒരു ഡബിൾ ആരോ വെച്ചാണ് കാണിക്കുന്നത്. റിവേഴ്സിബിൾ റിയാക്ഷൻ ഡബിൾ ആരോ വെച്ചാണ് കാണിക്കുന്നത്. അത് ശ്രദ്ധിക്കുക.
ഇറിവേഴ്സിബിൾ ആണെങ്കിൽ ഒറ്റ ആരോ മാത്രം, ഫോർവേഡ് റിയാക്ഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്നാൽ റിവേഴ്സിബിൾ റിയാക്ഷനകത്ത് ഡബിൾ ആരോ കാണിക്കുന്നു. ഇതാണ് ഫോർവേഡ് റിയാക്ഷൻ. ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷന്റെ കാണിക്കുന്നതാണ് ഈ ആരോ. അതുപോലെ ബാക്ക്വേർഡ് ഡയറക്ഷനിലോട്ട് പോകുന്ന കാണിക്കുന്ന ആരോയാണ് നമ്മൾ ഈ ദ റേറ്റ് ഓഫ് റിവേഴ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ദ റിവേഴ്സ് റിയാക്ഷൻ. ആ അവസ്ഥയാണെങ്കിൽ ആ സ്റ്റേറ്റ് ആണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമ്മളിവിടെ കാണുന്നത് ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ റെപ്രസെന്റ് ചെയ്യുമ്പോൾ കാണിക്കുന്ന ആ ആരോയാണ്. Equilibrium is a state in which there are no observable changes as time goes by. Chemical equilibrium എങ്ങനെയാണ് കിട്ടുന്നത്? The rate of the forward and reverse reactions are equal. Rate of the forward reactionും rate of backward reactionന്റെയും നിരക്ക് ഒരേപോലെ ആകുമ്പോൾ ആണ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. The concentration of the reactants and products remain constant. റിയാക്ടൻസിന്റെ അളവും പ്രൊഡക്റ്റിന്റെ അളവും അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നു. നമുക്ക് ഇക്വിലിബ്രിയത്തെ ഒന്ന് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്താൽ എക്സ് ആക്സിസിനകത്ത് ടൈമും വൈ ആക്സിസിനകത്ത് റേറ്റും റിയാക്ഷൻ റേറ്റും വരയ്ക്കുവാണെങ്കിൽ നമുക്കറിയാം റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനകത്ത് നമുക്ക് ഇവിടെ ടൈം കൂടുന്നതനുസരിച്ച് ഈ കോൺസെൻട്രേഷൻ റിയാക്ടന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുന്നു. ഇനി ടൈം കൂടുന്നതനുസരിച്ച് ഇവിടെ ഇത് റേറ്റ് ഓഫ് റിവേഴ്സ് റിയാക്ഷനകത്ത് നമുക്കറിയാം ടൈമും റിയാക്ഷൻ റേറ്റും കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈം കൂടുന്നതനുസരിച്ച് പ്രൊഡക്റ്റ് കൂടി വരുന്നു, റിയാക്ടൻസിന്റെ അളവ് കുറഞ്ഞു വരുന്നു. ഇവിടെ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷന്റെ ഗ്രാഫാണ്, ഈ ലൈനാണ് കാണിച്ചിരിക്കുന്നത്. ഇത് റേറ്റ് ഓഫ് റിവേഴ്സ് റിയാക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് എപ്പോഴാണോ ഈക്വൽ ആകുന്നത് ആ അവസ്ഥയിൽ അല്ലെങ്കിൽ ആ ടൈമിൽ എന്താകുന്നു? അത് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നു. കെമിക്കൽ ഇക്വിലിബ്രിയം ഫോർവേഡ് ആൻഡ് റിവേഴ്സ് റേറ്റ്സ് ആർ ഈക്വൽ. ഇക്വിലിബ്രിയത്തിൽ എത്തിയിട്ട് അതിന്റെ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് റിവേഴ്സ് റിയാക്ഷനും ഈക്വൽ ആയിട്ട് പോകുന്നു. അങ്ങനെയാണ് ഇവിടെ സന്തുലനാവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. സന്തുലനാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞ് പിന്നെ അതിന്റെ നിരക്ക് ഒരേപോലെ അങ്ങ് പോകുന്നു. ഇവിടെ ഫോർവേഡ് റിയാക്ഷനും റിവേഴ്സ് റിയാക്ഷനും നിരക്ക് ഒരുപോലെ ആകുമ്പോൾ ആ അവസ്ഥയ്ക്കാണ് ഇക്വിലിബ്രിയം. ഇവിടെ ദ റേറ്റ് ഓഫ് ദ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് റിയാക്ഷൻ ആർ നൗ ഈക്വൽ ആയിട്ട് അതവിടെ തീർന്നു പോവുകയല്ല, അത് പക്ഷെ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. കോൺസ്റ്റന്റ് ആയിട്ട് ഈക്വൽ ആയിട്ട് അത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും അളവ് അല്ലെങ്കിൽ അതിന്റെ നിരക്ക് ഇങ്ങനെ ഈക്വൽ ആയിട്ട് പോവുകയാണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഈക്വൽ ആകുമ്പോൾ അതിന്റെ അളവ് ഈക്വൽ കോൺസെൻട്രേഷൻ സെയിം ആയി വരുന്നു. അതുകൊണ്ടാണ് അത് ഡൈനാമിക് എന്ന് പറയുന്നത്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ അത് വരികയാണ്. എ ബാലൻസ് ബിറ്റ്വീൻ ദ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് റിയാക്ഷൻ ഒക്കറിംഗ് അറ്റ് ദ സെയിം റേറ്റ് വിത്ത് കോൺസ്റ്റന്റ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ്, ടെമ്പറേച്ചർ, കളർ, അങ്ങനെയുള്ള പ്രഷർ, അങ്ങനെയുള്ള എല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നു. ഇതാണ് സന്തുലനാവസ്ഥയെ പറ്റി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. ഡൈനാമിക് ആണ്. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈക്വൽ ടു റേറ്റ് ഓഫ് റിവേഴ്സ് റിയാക്ഷൻ. ഇതാണ് ഫോർവേഡ് റിയാക്ഷന്റെ ആരോ, ഇത് റിവേഴ്സ് റിയാക്ഷൻ. അതായത് പ്രൊഡക്റ്റ് റിയാക്ടൻസ് ആയി മാറുന്നു, അതാണ് റിവേഴ്സ് റിയാക്ഷൻ നിങ്ങൾ കാണുന്നത്. റിയാക്ടൻസ് പ്രൊഡക്റ്റ് ആയി മാറുന്നു, അതാണ് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ നിരക്ക് ഒരുപോലെ ആകുമ്പോൾ എന്താണ്? അത് സന്തുലനാവസ്ഥയിൽ അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിലാകുന്നു. ഇക്വിലിബ്രിയത്തിന്റെ ഡെഫിനിഷൻ നമുക്ക് പറയാം. When the rate of the forward reaction is equal to the rate of backward reaction, rate of production of product is the same as the rate of reformation of the reactants. നമുക്ക് ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് കൺസിഡർ ചെയ്യാം. A+B gives C+D. ഇനി ഈ C+D ആണ് പ്രൊഡക്റ്റ്, അത് എന്ത് ചെയ്യുന്നു? A+B തരുന്നു. As the reaction is carried out in a closed vessel, after some time, a stage comes when the rate of forward reaction is equal to the rate of backward reaction. ഇവിടെ ക്ലോസ്ഡ് വെസൽ ആണ് പറഞ്ഞിരിക്കുന്നത്. Reaction is then said to be in the state of chemical equilibrium. Rate of forward reaction, rate of backward reaction നിരക്ക് ഒരേ ഈക്വൽ ആകുമ്പോൾ ആ സ്റ്റേറ്റിന് പറയുന്ന പേരാണ് chemical equilibrium. The concentration of the reactants and products remain constant. Reversible reaction example N2O4 gives 2NO2. അതുപോലെ calcium carbonate gives calcium oxide plus CO2.
ഇതിന്റെ പ്രത്യേകം പറയാം, കെമിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്, നേച്ചർ എന്ന് പറയുന്നത് ഡൈനാമിക്കാണ്. ഒരിക്കലും അത് നിന്നു പോകുന്നില്ല. പിന്നെ എന്താണ്, ഈക്വൽ ആയിട്ട് തുടർന്നുകൊണ്ട് പോവുകയാണ്. ആസ് മച്ച് ഓഫ് ദ റിയാക്ടൻസ് റിയാക്ട് ടു ഫോം പ്രൊഡക്റ്റ്, then same amount of product react to give back the reactants in the same time. Hence it is dynamic in nature. ഓർത്തിരിക്കുക, ഡൈനാമിക് ഇൻ നേച്ചർ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. In a system at equilibrium, both the forward and reverse reactions are being carried out. As a result, നമുക്കൊരു ഇക്വേഷൻ ഡബിൾ ആരോ വെച്ചാണ് ഇപ്പോൾ എഴുതുന്നത്. N2O4 gives 2NO2. അങ്ങോട്ടുമുണ്ട് NO2 എന്ത് തരുന്നു, N2O4 തരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഡബിൾ ആരോ കൊടുക്കുന്നു. നമുക്ക് ഈ ഇക്വേഷൻ N2O4 NO2-ന്റെയും ഇവിടെ ഇക്വിലിബ്രിയത്തിന്റെ ഇക്വേഷൻ എഴുതുവാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ, ടൈം എക്സ് ആക്സിസിനകത്തും വൈ ആക്സിസിനകത്ത് റേറ്റും വെച്ച് എടുക്കുകയാണെങ്കിൽ, ഫോർവേഡ് റിയാക്ഷനകത്ത് കോൺസെൻട്രേഷൻ N2O4, ബാക്ക്വേർഡ് റിയാക്ഷനകത്ത് NO2. ഇവിടെ ഇക്വിലിബ്രിയം അച്ചീവ്, ഈ പോയിന്റിൽ ഇക്വിലിബ്രിയം വരുന്നു. അതായത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആകുന്ന ആ പോയിന്റ് ആണ് ഇക്വിലിബ്രിയം ഇവിടെ അച്ചീവ് ചെയ്യുന്നു. അതായത് റേറ്റ്സ് ആർ ഈക്വൽ. As the system approaches equilibrium, both the forward and reverse reactions are occurring. At equilibrium, the forward and reverse reactions are proceeding at the same rate. ഇവിടെ സെയിം റേറ്റ് ആണ് ഇക്വിലിബ്രിയത്തിൽ വന്നിരിക്കുന്നത്. ഇതാണ് ഇക്വിലിബ്രിയത്തെ കാണിക്കുന്ന ലൈന്. അന്നേരം അവിടെ സെയിം റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലെങ്കിൽ റിവേഴ്സ് റിയാക്ഷനും ഈക്വൽ ആയിട്ട് വരുന്നു. ഓക്കെ, നമുക്ക് ഈ ഫിഗർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇക്വിലിബ്രിയം. ഇവിടെ ഒരു ടാപ്പിൽ നിന്ന് വെള്ളം ഒരു വെസലിലേക്ക് പോകുന്നു. അതേസമയം തന്നെ, അതായത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നു. ഇനി അതേസമയം തന്നെ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിട്ട് നമുക്ക് ഈ വെസൽ ബീക്കറിൽ തന്നെ വേറൊരു ടാപ്പ് വഴി ആ വെള്ളം പുറത്തേക്ക് പോകുന്നു. ഇവിടെ സന്തുലിതാവസ്ഥയാണ് ഈ സിസ്റ്റത്തിൽ നിലനിൽക്കുന്നത്. ഓക്കെ, നമുക്കൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ടൈമും റേറ്റും തമ്മിലാണെങ്കിൽ ഫോർവേഡ് റേറ്റും റിവേഴ്സ് റേറ്റും ഈക്വൽ ആകുന്നു. ഈക്വൽ റേറ്റിലാകുമ്പോൾ നമുക്ക് ഇക്വിലിബ്രിയം വരുന്നു. എമൗണ്ടും ടൈമും തമ്മിലാണെങ്കിൽ പ്രൊഡക്റ്റിന്റെ അളവ് കൂടുന്നു, റിയാക്ടൻസിന്റെ അളവ് കുറയുന്നു. എന്നിട്ട് ഇവിടെ ഇക്വിലിബ്രിയം ഉണ്ടാകുന്നു. നോ ചേഞ്ച് ഇൻ എമൗണ്ട്. ഓക്കെ, റിയാക്ടൻസും പ്രൊഡക്റ്റും സെയിം ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു. അതാണ് ഇക്വിലിബ്രിയത്തിന്റെ സവിശേഷത. There are two types of equilibrium, physical and chemical. Physical equilibrium, അതായത് സ്റ്റേറ്റ്സ് മാറുന്നു. H2O ലിക്വിഡ് H2O ഗ്യാസ് ആയി മാറുന്നു. അതൊരു ഫിസിക്കൽ ഇക്വിലിബ്രിയമാണ്. ഇനി കെമിക്കൽ ഇക്വിലിബ്രിയം, കെമിക്കൽ ചേഞ്ചസ് N2O4 NO2 ആയി മാറുന്നു. N2O4 NO2 ആയി മാറുന്നു. അതൊരു കെമിക്കൽ ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിൾ ആണ്. ഇക്വിലിബ്രിയം ഇൻ ഫിസിക്കൽ പ്രോസസ്, നമുക്ക് ഫേസ് ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രോസസ്സിന് എക്സാമ്പിൾ ആണ്. ഫേസ് ട്രാൻസ്ഫോർമേഷൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോളിഡ് ലിക്വിഡ് ആകുന്നു. അതുപോലെ ലിക്വിഡ് എന്താകുന്നു, തിരിച്ച് സോളിഡ് ആകുന്നു. നമുക്ക് ഐസ് വെള്ളമാകുന്നു, വെള്ളം ഐസ് ആകുന്നു. അതൊരു ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്നു. അതുപോലെ ലിക്വിഡ് ഗ്യാസ് ആയി മാറുന്നു, ഗ്യാസ് ലിക്വിഡ് ആയി മാറുന്നു. ഇതും ഫേസ് ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സാണ്. ഫേസ് സോളിഡ് സ്റ്റേറ്റ് ലിക്വിഡ് സ്റ്റേറ്റ് ആയി മാറുന്നു, ലിക്വിഡ് സ്റ്റേറ്റ് ഗ്യാസ് ആയി മാറുന്നു. അതുപോലെ അടുത്ത സ്റ്റേറ്റ് ആണ് സോളിഡ് ടു ഗ്യാസ്, സോളിഡ് ഗ്യാസ് ആയി മാറുന്നു. അതുപോലെ ഗ്യാസ് സോളിഡ് ആയി മാറുന്നു. ഇതും എന്താണ്, ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിൾ ആണ്. പലതരത്തിലുള്ള സ്റ്റേറ്റുകൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചായിരുന്നു. ഗ്യാസ്, പ്ലാസ്മ സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, സോളിഡ് സ്റ്റേറ്റ്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് നടക്കുന്നു. ഇവിടെ എല്ലാം ഫിസിക്കൽ ഇക്വിലിബ്രിയം നടക്കുന്നു. ഫിസിക്കൽ ഇക്വിലിബ്രിയം, if the opposite forces involve only physical changes, the equilibrium is physical. For example, solid liquid equilibrium. Solid liquid equilibriumത്തിനകത്ത് H2O സോളിഡ് H2O ലിക്വിഡ് ആയി മാറുന്നു. ഇവിടെ റേറ്റ് ഓഫ് മെൽറ്റിംഗ് ഓഫ് ഐസ് ദാറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഫ്രീസിംഗ് ഓഫ് വാട്ടർ. റേറ്റ് ഓഫ് മെൽറ്റിംഗ് ഓഫ് ഐസ് ദാറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഫ്രീസിംഗ് ഓഫ് വാട്ടർ. ഇവിടെ എന്താണ്, അവിടെ ഒരു ഇക്വിലിബ്രിയം ആണ് നടക്കുന്നത്. അതുപോലെ ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം, ഇക്വിലിബ്രിയത്തിനകത്ത് ലിക്വിഡ് ഗ്യാസ് ആയി മാറുന്നു. H2O ലിക്വിഡ് H2O ഗ്യാസ് ആയി മാറുന്നു. റേറ്റ് ഓഫ് ലിക്വിഡ് ഗ്യാസ് ആവുന്നതാണ് ഇവാപ്പറേഷൻ. അതുപോലെ ഗ്യാസ് ലിക്വിഡ് ആയി മാറുവാണ് കണ്ടൻസേഷൻ. അന്നേരം ഇവിടെ നടക്കുന്ന എന്താണ് അവിടുത്തെ പ്രോസസ്സ്, റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് കണ്ടൻസേഷൻ.
റേറ്റ് ഓഫ് ഇവാപറേഷൻ, റേറ്റ് ഓഫ് കണ്ടൻസേഷൻ ഒരു സന്തുലനാവസ്ഥയിൽ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്നു. അടുത്താണ് സോളിഡ് വേപ്പർ ഇക്വിലിബ്രിയം. സോളിഡ് വേപ്പർ ഇക്വിലിബ്രിയം സബ്ലിമേഷൻ എന്ന് പറയും. അതായത് സോളിഡ് നേരെ ഗ്യാസ് ആവുന്നു. ക്യാമ്പർ, അത് ക്യാമ്പർ സോളിഡ്, ക്യാമ്പർ ഗ്യാസ് ആയി മാറുന്നത് സബ്ലിമേഷൻ എക്സാമ്പിൾ ആണ്. റേറ്റ് ഓഫ് സബ്ലിമേഷൻ ഓഫ് സോളിഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് കണ്ടൻസേഷൻ ഓഫ് വേപ്പർ. ഇതെല്ലാം ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിൾ ആണ്. ഫിസിക്കൽ ഇക്വിലിബ്രിയം അതായത് സ്റ്റേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. സോളിഡ് ലിക്വിഡ് ആകുന്നു, ലിക്വിഡ് ഗ്യാസ് ആകുന്നു, സോളിഡ് ഗ്യാസ് ആകുന്നു. ഇതെല്ലാം സ്റ്റേറ്റ് ചേഞ്ചസ്, ഫിസിക്കൽ സ്റ്റേറ്റ് ചേഞ്ചസ്. The equilibrium between the ice and water at 0 degrees Celsius, where ice is melting at the same rate as the water is freezing. ഐസ് മെൽറ്റ് ചെയ്യുന്ന ആ റേറ്റിൽ തന്നെ വാട്ടർ ഫ്രീസിംഗ് നടത്തുന്നു. ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഇക്വിലിബ്രിയം ഈസ് ഓൺലി പോസിബിൾ ഓൺലി ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ഇക്വിലിബ്രിയത്തിൽ ഏറ്റവും പറ്റിയ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ക്ലോസ്ഡ് സിസ്റ്റം ആയിരിക്കണം. ക്ലോസ്ഡ് സിസ്റ്റം. Both the opposite process occur at the same rate and there is a dynamic but a stable condition. Dynamic ആണ്, അതായത് അവിടെ നിന്ന് പോകണില്ല, ഈക്വലായി ശരി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുമല്ല. അവർ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ അത് നടക്കുന്ന അനുസരിച്ച് അതേ നിരക്കിൽ തന്നെ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നു. അതുകൊണ്ടാണ് അതിന് ഡൈനാമിക് എന്ന് പറയുന്നത്. ഡൈനാമിക്. When equilibrium is attained for a physical process, it is characterized by constant value of one of its parameters at a given temperature. The magnitude of such quantities at any stage indicate the extent to which the physical process has proceeded before reaching equilibrium. നമ്മളിവിടെ കണ്ടു ഓപ്പൺ സിസ്റ്റം. ഇക്വിലിബ്രിയത്തിന് വേണ്ടത് ക്ലോസ്ഡ് സിസ്റ്റമാണ്. ഓപ്പൺ സിസ്റ്റത്തിനകത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ റേറ്റ് ഓഫ് ഇവാപറേഷൻ, അതായത് ലിക്വിഡ് ഗ്യാസ് ആയി മാറുന്നു, അതുപോലെ ഗ്യാസ് തിരിച്ച് ലിക്വിഡായി മാറുന്നു, കണ്ടൻസേഷൻ. ഓപ്പൺ സിസ്റ്റത്തിനകത്ത് അത് രണ്ടും ഈക്വൽ ആകുന്നില്ല. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ നോട്ട് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. എന്നാൽ ക്ലോസ്ഡ് സിസ്റ്റത്തിനകത്ത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ, അതായത് റേറ്റ് ഓഫ് കണ്ടൻസേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഇവാപറേഷൻ എന്നുള്ളതാണ് ക്ലോസ്ഡ് സിസ്റ്റത്തിനകത്ത് വരുന്നത്. ആ സിസ്റ്റത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് അങ്ങനത്തെയുള്ള ഈ ഇക്വാലിറ്റി അവിടെ വരുന്നത്. അത്തരം ക്ലോസ്ഡ് സിസ്റ്റത്തിനകത്താണ് ഇക്വിലിബ്രിയം കാണുന്നത്. Equilibrium involving dissolution of solid or gases in liquids. Solids in liquids. Dissolution. When no more solute can be dissolved in the solution, it is called as saturated solution. അതായത് സൊല്യൂട്ട് മാക്സിമം അവിടെ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയുള്ള സൊല്യൂഷൻ നമ്മൾ പറയും സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അതായത് ഷുഗർ സൊല്യൂഷൻ, ഷുഗർ സോളിഡ്, അവിടെ രണ്ടിടത്തും എന്താണ് ഒരു ഇക്വിലിബ്രിയം നടക്കുകയാണ്. അതായത് റേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഷുഗർ ദാറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഓഫ് ഷുഗർ. ദ റേഷ്യോ ഓഫ് റേഡിയോആക്റ്റീവ് മോളിക്യൂൾ ടു ദ നോൺ റേഡിയോആക്റ്റീവ് മോളിക്യൂൾ ഇൻ ദ സൊല്യൂഷൻ ഇൻക്രീസസ് ടിൽ അറ്റൈൻസ് എ കോൺസ്റ്റന്റ് വാല്യൂ. ഇതെല്ലാം ഇവിടുത്തെ ഇക്വിലിബ്രിയത്തെയാണ് സൂചിപ്പിക്കുന്നത്. There is a certain equilibrium between the molecules of the gaseous state and molecules of the liquid state. Carbon dioxide gasum, carbon dioxide in solution. There is a certain equilibrium between the molecules of the gaseous state and molecules of the liquid state. കാർബൺ ഡയോക്സൈഡ് വെള്ളത്തിൽ ലയിപ്പിക്കുന്നതാണ് സോഡ എന്ന് പറയുന്നത് അല്ലേ. ആ കാർബൺ ഡയോക്സൈഡ് ഗ്യാസും കാർബൺ ഡയോക്സൈഡ് വെള്ളത്തിലായിരിക്കുമ്പോൾ അതും തമ്മിൽ അവിടെ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാകുന്നുണ്ട്. ഇക്വിലിബ്രിയം സന്തുലിതാവസ്ഥയിൽ നിലനിൽക്കുകയാണ്. For a solid to liquid equilibrium, there is only one temperature, a melting point at 1 atmosphere, at which the two phases can coexist. If there is no exchange of heat with the surrounding, the mass of the two phases remain constant. For liquid to vapor equilibrium, the vapor pressure is constant at a given temperature. അതായത് പലതരത്തിലുള്ള സ്റ്റേറ്റിന്റെ ഇക്വിലിബ്രിയമാണ് നമ്മൾ കാണുന്നത്. For dissolution of solids in liquids, the solubility is constant at a given temperature. For dissolution of gases in liquids, അതായത് നമ്മുടെ സോഡയുടെ കാര്യം, കാർബൺ ഡയോക്സൈഡ് വെള്ളത്തിൽ ലയിപ്പിക്കുന്നതാണ് സോഡ. The concentration of a gas in liquid is proportional to the pressure of the gas over the liquid. നമുക്ക് എല്ലാവർക്കും അറിയാം സോഡ അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് നല്ല പ്രഷറിനകത്ത് ഹൈ പ്രഷറിനകത്ത് സീൽ ചെയ്ത് വെച്ചെങ്കിൽ ഇവിടെ നല്ല ഗ്യാസ് ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ പൊട്ടിച്ചു വെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അത് ലിക്വിഡിനകത്ത് ലയിപ്പിച്ചിരിക്കുന്ന കാർബൺ ഡയോക്സൈഡ് പോകുമ്പോൾ അത് വെറും പച്ചവെള്ളമായി മാറുന്നു. അതുകൊണ്ടാണ് ഫോർ ഡിസൊല്യൂഷൻ ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്സ് ദ കോൺസെൻട്രേഷൻ ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഓവർ ദ ലിക്വിഡ്.
A chemical system where the concentration of reactants and product remain constant over time. On the molecular level, the system is dynamic. The rate of change is the same in either the forward or reverse direction. As the system approaches equilibrium, both the forward and reverse reactions are occurring. As the system approaches equilibrium, both the forward and reverse reactions are occurring. At equilibrium, the forward and reverse reactions are proceeding at the same rate. സന്തുലനാവസ്ഥയിൽ ഫോർവേഡ് റിയാക്ഷന്റെയും റിവേഴ്സ് റിയാക്ഷന്റെയും റേറ്റ് സെയിം ആയിരിക്കും. ഡൈനാമിക് ഇക്വിലിബ്രിയം എന്താണ് നമ്മൾ പരിചയപ്പെട്ടു. ഇവിടെ A+B gives C+D എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ എടുത്താൽ with the passage of time there is accumulation of the products C and D and depletion of the reactants A and B. This lead to a decrease in the rate of forward reaction and increase in the rate of reaction. Finally, the two reactions occurs at the same rate and system reaches a state of equilibrium. ആദ്യം ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നു, അത് കഴിഞ്ഞിട്ട് അന്നേരം അവിടെ പ്രൊഡക്റ്റ് കൂടുന്നു, പിന്നെ അവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നു, അന്നേരം പ്രൊഡക്റ്റിന്റെ റിയാക്ടൻസിന്റെ അളവ് ഈക്വലായി മാറും. നമുക്കിവിടെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഡൈനാമിക് ഇക്വിലിബ്രിയത്തിനകത്ത് ക്ലോസ്ഡ് സിസ്റ്റമാണ്. Rate of condensation that is equal to rate of evaporation. Rate of condensation that is equal to rate of evaporation. അത് ഈക്വൽ ആയിട്ട് നടക്കുകയാണ്. റേറ്റ് ഓഫ് കണ്ടൻസേഷനും റേറ്റ് ഓഫ് ഇവാപറേഷനും തുല്യ നിരക്കിൽ നടക്കുമ്പോൾ അത് ഡൈനാമിക് ആണ്. അല്ലാതെ അവിടെ ഒരു ഇന്ന വാല്യൂയിൽ അവിടെ നിന്ന് പോവുകയല്ല, അത് ഡൈനാമിക് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഡൈനാമിക് ഇക്വിലിബ്രിയം. നമ്മളിപ്പം കാണുന്നത് H2O ലിക്വിഡ് H2O ഗ്യാസ് ആയി മാറുന്നു, അതുപോലെ തന്നെ H2O ഗ്യാസ് H2O ലിക്വിഡ് ആയി മാറുന്നു. അതാണ് റേറ്റ് ഓഫ് കണ്ടൻസേഷൻ, റേറ്റ് ഓഫ് ഇവാപറേഷൻ. റിവേഴ്സിബിൾ റിയാക്ഷന് പലതരത്തിലുള്ള ഇക്വേഷൻസ് എക്സാമ്പിൾ നമുക്കൊന്ന് കാണാം. കാൽസ്യം കാർബണേറ്റ് കാർബൺ ഡൈ ഓക്സൈഡും കാൽസ്യം ഓക്സൈഡുമായിട്ട് ഡീകമ്പോസ് ചെയ്യുന്നത് ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഫോർവേഡ് റിയാക്ഷൻ ആണ് കാൽസ്യം കാർബണേറ്റ് കാർബൺ ഡൈ ഓക്സൈഡും കാൽസ്യം ഓക്സൈഡുമായിട്ട് മാറുന്നത്. എന്താണ് ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലെങ്കിൽ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും കാൽസ്യം ഓക്സൈഡും കൂടെ കൂടി ചേർന്ന് കാൽസ്യം കാർബണേറ്റ് ആയി മാറുന്നു. അതെന്താണ്? ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. അതായത് പ്രൊഡക്റ്റ് റിയാക്ടന്റ് ആയി മാറുന്നു. ഇവിടെ H2+I2 എന്ന് പറയുന്ന റിയാക്ടൻസ് ആണ്, അത് പ്രൊഡക്റ്റ് ആയ ഹൈഡ്രജൻ അയഡൈഡായി മാറുന്നു. അതാണ് അവിടുത്തെ ഫോർവേഡ് റിയാക്ഷൻ. ഈ ആരോ അതാണ് മുകളിലത്തെ ആരോ കാണിക്കുന്നത്. ഇനി പ്രൊഡക്റ്റ് ആയ ഹൈഡ്രജൻ അയഡൈഡ് ഡീകമ്പോസ് ചെയ്ത് H2+I2 ആയി മാറുന്നു. അതാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലെങ്കിൽ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത റിയാക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹേബർ പ്രോസസ്. ആരാണ് അവിടുത്തെ പ്രൊഡക്റ്റ്? അമോണിയ. നൈട്രജനും ഹൈഡ്രജനും കൂടെ കൂടി ചേർന്നാണ് അമോണിയ ഉണ്ടാകുന്നത്. അത് ഫോർവേഡ് റിയാക്ഷൻ. ഇനി അമോണിയ ഡീകമ്പോസ് ചെയ്ത് അതിന്റെ റിയാക്ടൻസ് ആയ നൈട്രജനും ഹൈഡ്രജനുമായി മാറുന്നതാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അങ്ങനെ പലതരത്തിലുള്ള റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ റിവേഴ്സിബിൾ റിയാക്ഷന്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ ടൈമും കോൺസെൻട്രേഷനും ആയിട്ട് എടുക്കുകയാണെങ്കിൽ ടൈം കൂടുന്നതനുസരിച്ച് നമുക്ക് റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുന്നു. അതുപോലെ ടൈം കൂടുന്നതനുസരിച്ച് ഇവിടെ 0 ആയിരുന്ന പ്രൊഡക്റ്റ് കൂടി ടൈം കൂടുന്നതനുസരിച്ച് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു. ഇനി ഇവിടെ ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ പ്രൊഡക്റ്റിന്റെയും റിയാക്ടൻസിന്റെയും എമൗണ്ട് തുല്യമായിട്ട് വരുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഗ്രാഫിനകത്ത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനാണ്. ഇവിടെ ഒരു പ്രത്യേകതയുള്ള റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷന്റെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതാണ് അവിടെ R1 വളരെ കൂടുതലാണ് ബാക്ക്വേർഡ് റിയാക്ഷനേക്കാളും. ഇനി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്താണ് R1ന്റെ അളവ് കുറച്ചും കൂടെ കുറഞ്ഞു. ഇവിടെ ആദ്യത്തെ സ്റ്റേറ്റിനകത്ത് കാണിച്ചിരിക്കുന്ന റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ വളരെ കൂടുതലായിരുന്നു. അത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷന്റെ അളവ് കുറച്ചും കൂടെ കുറഞ്ഞ് അവസാനം അത് ഇക്വിലിബ്രിയത്തിൽ എത്തിയപ്പോൾ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആകുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്താകുന്നു? പ്രൊഡക്റ്റും റിയാക്ടൻസും അവിടെ ആ തുല്യ അവസ്ഥയിൽ അങ്ങ് പോകുന്നു. ഓക്കെ, ഇതാണ് നമുക്ക് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ സന്തുലനാവസ്ഥയിൽ ഇരിക്കുന്ന സിസ്റ്റത്തെ പറ്റി മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോ ഓഫ് മാസ് ആക്ഷൻ അനുസരിച്ച് റിവേഴ്സിബിൾ റിയാക്ഷന്റെ മാസ് ആക്ഷൻ എന്താണെന്ന് അറ്റ് ഇക്വിലിബ്രിയം ആൻഡ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എ സർട്ടൻ റേഷ്യോ ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ ഹാസ് എ കോൺസ്റ്റന്റ് വാല്യൂ. ഒരു കെ എന്ന് പറയുന്ന ഒരു പുതിയ ടേം കൊണ്ടുവരികയാണ്. ലോ ഓഫ് മാസ് ആക്ഷൻ അനുസരിച്ച് മാസിന് പ്രൊപ്പോർഷണൽ ആണ്. ഒരു റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് ആ റിയാക്ടൻസിന്റെ മോളാർ കോൺസെൻട്രേഷന് ആനുപാതികമാണെന്നാണ് പറയുന്നത്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ എന്ന് പറയുന്നത് പുതിയത് കൊണ്ടുവരികയാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ.
a number equal to the ratio of the equilibrium concentration of product to the equilibrium concentration of the reactants, each raised to the power of its stoichiometric coefficient. നമുക്കൊന്ന് കാണാം എന്താണ് equilibrium constant എന്നുള്ളത്. law of mass action വെച്ചാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു റിയാക്ഷൻ ആണ് A plus B gives C plus D. ഇത് എന്താണ്? ഇത് ഡബിൾ ആരോ ഉള്ളതാണ്, റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. These reactants and products are balanced and hence we can relate them by an equilibrium equation. A plus B യുടെ എന്ന് പറയുന്നത് A plus B കമ്പൈൻ ചെയ്ത് C plus D ആകുന്നു. അത് ഫോർവേഡ് റിയാക്ഷൻ. C plus D കമ്പൈൻ ചെയ്ത് A plus B ആയി മാറുന്നു. അത് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇതിന് റേറ്റ് ഉണ്ട്. These reactants and products are balanced and hence we can relate by them an equilibrium equation. അതാണ് K എന്ന് പറയുന്നത് equilibrium constant ആണ് K. That is equal to product side divided by reactant side. ഇനി ഈ പ്രൊഡക്റ്റ് നമ്മൾ മോളാർ ഒരു ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുക. ബ്രാക്കറ്റിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതിന്റെ കോൺസെൻട്രേഷൻ, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് C into molar concentration of D divided by molar concentration of A into molar concentration of B, where K is called the equilibrium constant and the expression on the right side is the equilibrium constant expression. നമുക്ക് അന്നേരം ഇക്വിലിബ്രിയം എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടി ഇക്വിലിബ്രിയം സന്തുലനാവസ്ഥയിൽ ഇരിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. അമോണിയയും ഓക്സിജനും കൂടെ കൂടി ചേർന്ന് NO2 H2O ഉണ്ടാകും. ഈ അമോണിയയുടെ മുമ്പിൽ ഒരു 4 എന്ന് കിടക്കും. 4 എന്ന് പറയുന്നത് അതിന്റെ സ്റ്റോഷിയോമെട്രിയാണ്, എത്ര നമ്പർ ഉണ്ടെന്ന്. ഇവിടെ O2ന്റെ മുമ്പിൽ ഒരു 7 എന്ന് പറഞ്ഞാൽ 7 O2 മോളിക്യൂൾ ഉണ്ടെന്നാണ് അവിടെ അർത്ഥം. അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റായ NO2ന്റെ മുമ്പിലും ഒരു 4 എന്ന് പറഞ്ഞ കോഎഫിഷ്യന്റ് ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? അതും എത്ര മോളിക്യൂൾ NO2 ഉണ്ടെന്നാണ്. അതാണ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. H2O 6 ഉണ്ട്. നമുക്ക് അന്നേരം ഈ കോഎഫിഷ്യന്റ് നമ്മൾ പവർ ആയിട്ടാണ് എഴുതുന്നത്. പവർ അന്നേരം നമുക്കൊന്ന് നോക്കാം. Equilibrium constant K that is equal to concentration of a product. ഇവിടെ പിന്നെ പ്രൊഡക്റ്റ് സൈഡ് എഴുതുമ്പോൾ പ്ലസ് ഒരിക്കലും ചേർക്കരുത്, മൾട്ടിപ്പിൾ ആണത്. NO2 എഴുതി. ഇനി അതിന്റെ കോഎഫിഷ്യന്റ് അതിന്റെ പവർ ആയിട്ട് എഴുതുകയാണ് NO2 raised to 4. H2O പ്ലസ് ഇവിടെ ഒഴിവാക്കിയിട്ട് എന്താണ് H2O എന്ന് എഴുതുന്നുള്ളൂ. H2O raised to 6. എന്തുകൊണ്ട് 6 എന്ന് പറയുന്നത്? 6 എന്ന് അതിന്റെ കോഎഫിഷ്യന്റ് ആണ്. ഡിവൈഡഡ് ബൈ റിയാക്ടന്റ് സൈഡ്. റിയാക്ടന്റ് സൈഡിനകത്ത് ആരൊക്കെയുള്ളത്? അമോണിയ. എത്ര അമോണിയ ഉണ്ട്? 4 അമോണിയ മോളിക്കൂൾ. അതുകൊണ്ട് ആ അമോണിയയുടെ മോളിൽ 4 എന്നുള്ള പവർ കൊടുത്തു. ഓക്സിജൻ 7, അതുകൊണ്ടാണ് O2 raised to 7. അതായത് നമുക്കിവിടെ കാണുകയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K that is equal to NO2 raised to 4 H2O raised to 6 divided by NH3 raised to 4 into O2 raised to 7. Write the equilibrium expression for the reaction. The expression will have either concentration unit. Concentration unit ഇവിടെ അതിന്റെ കോൺസെൻട്രേഷന്റെ യൂണിറ്റ് ആണ് മോൾ പെർ ലിറ്റർ. ഓർത്തിരിക്കുക, മോൾ പെർ ലിറ്റർ ഫോർ ദ റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്റ്റ്. ഓക്കെ, നമുക്കിവിടെ ഇക്വിലിബ്രിയം എക്സ്പ്രഷൻ എന്ന് എഴുതാം. കോൺസ്റ്റന്റ് K that is equal to ഇവിടുത്തെ ഇക്വേഷൻ ആണ് AA plus BB gives CC plus DD. ഇതൊരു ജനറൽ ഇക്വേഷൻ ആണ്. സ്മോൾ എ എന്താണ്? കോഎഫിഷ്യന്റ്, നമ്പർ ഓഫ് ക്യാപിറ്റൽ A മോളിക്യൂളിനെയാണ് A എന്ന് പറയുന്നത്. B, C, D ഇതെല്ലാം കോഎഫിഷ്യന്റ് ആണ്. ചെറിയ സ്മോൾ ലെറ്ററിൽ കാണിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് എഴുതാം. ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K that is equal to product side divided by reactant side. Product side divided by reactant side. ഓക്കെ, പ്രൊഡക്റ്റ് സൈഡിനകത്ത് മോളാർ കോൺസെൻട്രേഷൻ C ആണ്. അതുകൊണ്ട് C ബ്രാക്കറ്റിലിട്ടു. അതിന്റെ കോഎഫിഷ്യന്റിന്റെ പവർ ആയിട്ട് എഴുതി C raised to C, D raised to D. ഇവിടെ നോക്കിക്കോണം, ഇവിടെ പ്ലസ് അല്ല കേട്ടോ, മൾട്ടിപ്പിൾ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളോട് ബോർഡ് എക്സാമിന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ ചിലപ്പോൾ ചോദിക്കുമ്പോൾ ചില കുട്ടികൾ ഇങ്ങനെ പ്ലസ് ഇട്ട് എഴുതും. അതിന് തെറ്റാണത്. അങ്ങനെ ഓർത്തിരിക്കുക, ഇത് ഈ ഫോമിൽ തന്നെ എഴുതണം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K that is equal to product side divided by reactant side എന്നുള്ള ഈ വേർഷനിൽ തന്നെ എഴുതിക്കണം. ഓക്കെ, നമ്മളിവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാണുവാണ്. K that is equal to concentration of product divided by concentration of reactants. നമ്മളിവിടെ പരിചയപ്പെട്ടത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. ഇവിടെ മോളാർ കോൺസെൻട്രേഷൻ ടേമിലാണെങ്കിലാണ് KC എന്ന് പറയും. അടുത്തത് നമുക്ക് പഠിക്കുന്നതേ ഉള്ളൂ. പ്രഷർ ആണെങ്കിൽ KP എന്ന് പറയും. അതായത് ഗ്യാസ് മോളിക്കൂൾ ആണെങ്കിൽ KP. ഇവിടെ KC മോളാർ കോൺസെൻട്രേഷൻ KC ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു C raised to C into D raised to D divided by A raised to A into B raised to B. ഇവിടെ the square bracket show concentrations in mole ആണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഇക്വേഷൻ ഓൺ ടോപ്പ് ലെഫ്റ്റ്. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഓൺ ദ ഇക്വേഷൻ ആണ് ഇവിടെ ടോപ്പിൽ. അതായത് പ്രൊഡക്റ്റ്
ഡിവൈഡഡ് ബൈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഇതാണ് ഈ കാണിച്ചിരിക്കുന്ന എയും ബിയും, അതായത് റിയാക്ടൻ സൈഡ്. പ്രൊഡക്റ്റ് സൈഡ് ഡിവൈഡഡ് ബൈ റിയാക്ടൻ സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഇക്വേഷൻ ഓൺ ടോപ്പ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓൺ ദ ബോട്ടം. In the indices are the numbers in front of each substance in the chemical reaction. Indices ഇവിടെ പവർ ആയിട്ട് വരുന്നത് നമ്പർ ഇൻ ഫ്രണ്ട് ഓഫ് ഈച്ച് സബ്സ്റ്റൻസിനെയാണ്, അതായത് കോഎഫിഷ്യന്റിനെയാണ് നമ്മളിവിടെ പവർ ആയിട്ട് എഴുതുന്നത്. ഓക്കെ, നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് സൈഡ് ഡിവൈഡ് ബൈ റിയാക്ടൻ സൈഡ് എന്ന് എഴുതണം. ഓരോ പ്രൊഡക്റ്റിനെയും റിയാക്ടന്റിനെയും ബ്രാക്കറ്റിനകത്ത് ഇടണം. അത് മോളാർ കോൺസെൻട്രേഷനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ കോഎഫിഷ്യന്റിനെ നമ്മൾ പവർ ആയിട്ട് എഴുതണം, പവർ. ഇനി നമുക്ക് ഏത് റിയാക്ഷന്റെയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ സാധിക്കും. AA plus BB gives CC plus DD. Equilibrium constant K that is equal to concentration of product side divided by concentration of reactants. Product side divided by reactants. ഇത് ഓർത്തിരിക്കുക. ഇവിടെ പ്ലസ് എല്ലാം ഒഴിവാക്കി C raised to C into D raised to D divided by A raised to A into B raised to B എന്നാണ് എഴുതേണ്ടത്. ഓർത്തിരിക്കുക. ഇനി ഇങ്ങനെ ഒരു ഇക്വേഷൻ റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ആ റിവേഴ്സിബിൾ റിയാക്ഷന്റെ സന്തുലിതാവസ്ഥയിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K that is equal to എന്താണ്, പ്രൊഡക്റ്റ് സൈഡ് ഡിവൈഡഡ് ബൈ റിയാക്ടൻ സൈഡ്. പ്രൊഡക്റ്റ് ആരാണ്, H2O. അതിന്റെ കോഎഫിഷ്യന്റ് എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ്, 2. അത് പവർ ആയിട്ട് എഴുതി H2O സ്ക്വയർ ഡിവൈഡഡ് ബൈ റിയാക്ടൻ H2O, H2 into O2. ഇനി H2വിന്റെ പവർ ആണ് 2, കോഎഫിഷ്യന്റ് ആണ് 2. അതാണ് നമ്മളിവിടെ പവർ ആയിട്ട് 2 H2 സ്ക്വയർ എന്ന് എഴുതിയിരിക്കുന്നത് ഇൻറ്റു O2 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിമ്പിൾ ആണ് കേട്ടോ. അതുപോലെ നമുക്ക് പലതരത്തിലുള്ള റിവേഴ്സിബിൾ റിയാക്ഷൻ എഴുതാൻ നമുക്ക് നോക്കാം. O3 O2 തരുന്നു. അതിന്റെ റിവേഴ്സിബിൾ, അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്തായിരിക്കും, K ദാറ്റ് ഈസ് ഈക്വൽ ടു O3 സ്ക്വയർ ഡിവൈഡഡ് എന്തായിരിക്കും, പ്രൊഡക്റ്റ് സൈഡ് ഡിവൈഡ് ബൈ റിയാക്ടൻ സൈഡ്. അതിന് പ്രൊഡക്റ്റ് സൈഡ് ഏതാണ്, O2 ക്യൂബ്ഡ് ഡിവൈഡഡ് ബൈ O3 സ്ക്വയർ. അതുപോലെ അടുത്തത് NO plus Cl2 gives NOCl. ഇതിന്റെ ഈ ഇക്വേഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെയാണ് എഴുതേണ്ടത്, K ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് സൈഡ് ഡിവൈഡഡ് ബൈ റിയാക്ടൻ സൈഡ്. NOCl raised to 2 divided by NO2 into Cl2. ഓക്കെ, അതുപോലെ Ag plus 2NH3 gives AgNH3 twice. റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് സൈഡ് ഡിവൈഡഡ് ബൈ റിയാക്ടൻ സൈഡ്. AgNH3 twice by Ag plus into NH3 twice. ഓക്കെ, ഇങ്ങനെ ഏത് വേണേലും റിയാക്ഷൻ നമുക്ക് എഴുതാൻ സാധിക്കണം. H2 plus I2 gives 2Hi. CD2 plus 4Br minus gives CdBr for 2 minus. എത്ര ഇക്വേഷൻ വന്നാലും ഏത് തരത്തിലുള്ള വന്നാലും നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K എഴുതാൻ സാധിക്കണം. അതായത് പ്രൊഡക്റ്റ് സൈഡ് ഡിവൈഡഡ് ബൈ റിയാക്ടൻ സൈഡ്. Equilibrium constant for the reverse reaction is the inverse of the equilibrium constant in the forward reaction. Forward reaction inverse ആയിരിക്കും backward reaction equilibrium constant. Equilibrium constant for the reverse reaction is the inverse of the equilibrium constant in the forward reaction. അതായത് independent of concentration of reactions, if reaction is reversed, the values it is inverse. Forward reaction K dash C ആണെങ്കിൽ അത് എന്തായിരിക്കും, backward reaction 1/Kc ആയിരിക്കും. നമുക്കൊരു റിയാക്ഷൻ H2 plus I2 gives 2Hi. 2Hi decomposes to H2 plus I2. H2 plus I2 Hi തരുന്നെന്ന് പറയുന്നതാണ് ഫോർവേഡ് റിയാക്ഷൻ. അതുപോലെ അതിന്റെ ഗ്രാഫ് വരയ്ക്കുവാണ് ടൈമും റിയാക്ഷൻ റേറ്റും വെച്ച്. റിവേഴ്സ് റിയാക്ഷൻ ആണ് നമ്മൾ ഈ ഗ്രാഫ് കാണുന്നത്. റിവേഴ്സ് റിയാക്ഷൻ ഹൈഡ്രജൻ അയഡൈഡ് H2 plus I2 ആയി മാറുന്നു. ഇവിടെ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നു. ഇക്വിലിബ്രിയത്തിനകത്ത് എത്തുമ്പോൾ ഇത് രണ്ടിന്റെയും, ഈ ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെയും റിവേഴ്സ് റിയാക്ഷന്റെയും നിരക്ക് തുല്യമായിട്ട് അങ്ങ് പോകുന്നു. അതാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇക്വിലിബ്രിയം എന്നുള്ള കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്, മനസ്സിലാക്കുക. At a given temperature, the product of concentration of the reactant product raised to the respective stoichiometric coefficient in the balanced chemical equation divided by the product of concentration of the reactants. അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണ് നമുക്കൊന്ന് വേർഡ്സിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. Raised to their individual stoichiometric coefficient has a constant value. ഇതിനെയാണ് നമ്മുടെ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. Equilibrium constant for a general reaction AA plus BB gives CC plus DD. എന്ത് എഴുതാൻ പറ്റും,
K that is equal to C raised to C into D raised to D divided by A raised to A into B raised to B. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കെമിക്കൽ ഇക്വിലിബ്രിയവും അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ പറ്റിയൊക്കെയാണ് മനസ്സിലാക്കിയത്. നിങ്ങൾ NCERT ടെക്സ്റ്റ് വായിക്കുക ഈ പാട്ടിൻ്റെ. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.